സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യമന്ത്രി കടുപ്പിക്കുമ്പോഴും പൊതിച്ചോർ വിതരണം തുടരുകയാണ് ഡിവൈഎഫ്ഐ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റഹീസ് റഷീദും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങളുമായുണ്ട്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, പൊതിച്ചോർ വിതരണം അത് നിർത്തില്ല എന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലെ കാഴ്ച? ഈ തരത്തിൽ മന്ത്രി പറഞ്ഞതുപോലെ കൊടികെട്ടി ബാനർ വെച്ചുകൊണ്ട് ആണോ ഈ പൊതിച്ചോർ വിതരണം ഉള്ളത്? സ്മൃതി, വർഷങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം നടത്താറുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ ഈ കാണുന്ന തരത്തിലുള്ള ഫ്ലക്സ് വെച്ച് 9 വർഷങ്ങൾ ഹൃദയപൂർവ്വം പൊതിച്ചോറ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന ഫ്ലക്സ് വെച്ച് കൊടി വെച്ച് ആ സ്ഥലത്തും അങ്ങനെ വെച്ചാണ് ഇവർ വർഷങ്ങളായി പൊതിച്ചോർ വിതരണം നടത്താറുള്ളത്. ഈ പൊതിച്ചോർ വിതരണം അനുവദിക്കില്ല എന്ന നിലപാടാണ് കെ മുരളീധരൻ ആരോഗ്യമന്ത്രി എടുത്തത്. പക്ഷേ ബദൽ സംവിധാനം സർക്കാർ ഒരുക്കും എന്ന് പറയുന്നത് ആദ്യം ഒരുക്കട്ടെ, അതുവരെ പൊതിച്ചോർ വിതരണത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് ഡിവൈഎഫ്ഐ എടുത്തിരുന്നു. ഡിവൈഎഫ്ഐ ഇന്ന് ഓരോ വീടുകളിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന പൊതിച്ചോറാണ് ഈ കാണുന്നത്. ഈ പൊതിച്ചോർ വാങ്ങാൻ ഇവിടെ നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് നമുക്കൊപ്പമുണ്ട്. നിങ്ങൾ ഈ വിതരണം തുടരും? ഒരു സംശയവും വേണ്ട. ഇനി കെ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമോ പോലീസോ ഇനി ഇതിനെ എതിർത്ത് ഇതെന്തെങ്കിലും ഇവിടെ നിന്നിട്ട് മാറ്റാൻ എന്ത് ഉദ്ദേശത്തോടു കൂടി വന്നാലും ഞങ്ങളിത് തുടരുക തന്നെ ചെയ്യും. 9 വർഷമായി. 2017 ജനുവരി മാസം 1 മുതലാണ് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത്. അതിന് ഒരു മുടക്കവും ഞങ്ങളുടെ കൂടെയുള്ള കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ നഷ്ടപ്പെട്ടപ്പോഴും പ്രളയം വന്നപ്പോഴും നിപ്പയും ഓക്കിയും ഒക്കെ വന്നപ്പോഴും ഞങ്ങൾ ഈ പൊതിച്ചോറിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു സംശയം. എത്രത്തോളം ആശ്വാസമാണ് നിങ്ങൾക്ക് ഈ ഭക്ഷണം ഉച്ചയ്ക്ക് കിട്ടുമ്പം ഉള്ളത്? നല്ലൊരു ആശ്വാസമുണ്ട്. ഇത് പൊടിയും ബാൻഡറും വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് മന്ത്രി സർക്കാരും ഒക്കെ പറയുന്നത്. സർക്കാർ അങ്ങനെ നിയമിച്ചാൽ പാവങ്ങൾ എന്ത് ചെയ്യും? അവർക്കും ജീവിക്കണ്ടേ? ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവരിത് വാങ്ങി കഴിക്കാൻ നിൽക്കുന്നവർക്ക് രോഗമല്ലേ അത്? എന്തു തോന്നുന്നു സർക്കാർ ഇത് വിതരണം ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നത്? ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒന്നും വിതരണം ചെയ്യും. ഇവിടെ ഇത്രയും ഇവിടെ കുറേ അധികം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഈ പൊതിച്ചോറ് വിതരണം കൊടിയും ബാൻഡറും വെച്ചൊന്നും പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഭയങ്കര ആശ്വാസമല്ലേ? ആശ്വാസം തന്നെ, ആശ്വാസം. ഇങ്ങനെ നിരവധി ആളുകൾ ഇവിടുന്ന് നമുക്ക് അത് അങ്ങ് വരെ ക്യൂ ഉണ്ട്, അതിനപ്പുറവും ക്യൂ ഉണ്ട്. ഇതെല്ലാ തവണ ഇപ്പോൾ 9 വർഷമായി ഡിവൈഎഫ്ഐ ഈ തരത്തിൽ പൊതിച്ചോറ് കൊടുക്കുന്നതാണ്. ആ വിതരണം ഒരു കാരണവശാലും ഇന്ന് ആരോഗ്യമന്ത്രി എടുത്തു പറഞ്ഞത് ഒരു തരത്തിലും കൊടിയും ബാൻഡറും വെച്ച് പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ല എന്നതാണ്. ഡിവൈഎഫ്ഐ അവരുടെ നിലപാട് വസീഫും റഹീമും സനോജുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 9 വർഷം ഏത് തരത്തിലാണോ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ നടത്തിയത് അതേ തരത്തിൽ തന്നെ ഇവർ ഇവിടെ നടത്തുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റൊരു കേന്ദ്രത്തിൽ സാധാരണഗതിയിൽ അവിടെ സേവാഭാരതിക്കാർ ഉച്ചഭക്ഷണം കഞ്ഞി വിതരണം ചെയ്യാറുണ്ട്. തൊട്ടപ്പുറത്ത് RCCയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചെയ്യാറുണ്ട്. ഇന്നും അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളിവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രം അങ്ങോട്ട് പോയാലേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ എല്ലാ സംഘടനകളും മുൻപ് ഏത് രീതിയിലായിരുന്നോ ഉച്ചഭക്ഷണവും മറ്റു ഭക്ഷണങ്ങളും സർക്കാർ ആശുപത്രിയിലെ